കശ്മീരിൽ തെളിയുമ്പോൾ ഹരിയാനയിൽ കെട്ടുപോകുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം. 19,000, അതായത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പകുതി വോട്ടുകൾ പോലും CPM സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്നില്ല. 17 റൗണ്ടാണുള്ളത്. 7 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഭിവാനിയിലെ BJP സ്ഥാനാർത്ഥി ഗനശ്യാം 32,274 വോട്ട് നേടുമ്പോൾ CPM-ന്റെ ഓം പ്രകാശിന് 12,771 വോട്ട് മാത്രമാണ് നേടാൻ കഴിയുന്നത്. ഇവിടെ ഈ മണ്ഡലത്തിൽ വോട്ട് കട്ടിംഗ് നടന്നു എന്ന് പറയാം. കാരണം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇന്ദുവിന് 9,283 വോട്ടുകൾ അവിടെ. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെയും CPM-ന്റെയും സ്ഥാനാർത്ഥികളുടെ വോട്ടും പിന്നെ അടുത്ത 4ാം സ്ഥാനത്തുള്ള ഇൻഡിപെൻഡന്റിന്റെ വോട്ടും കൂടെ ചേർത്താൽ പോലും BJP സ്ഥാനാർത്ഥിയുടെ വോട്ടിന് അടുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇരട്ടിയിലധികം വോട്ടുകൾക്കാണ് അവിടെ BJP സ്ഥാനാർത്ഥി ഗനശ്യാം ഷറഫ് ലീഡ് ചെയ്യുന്നത്. അപ്പോ ഓം പ്രകാശ് ഹരിയാനയിലെ നമ്മളോടൊപ്പം സ്ഥാനത്ത് നിന്ന് തുടരുന്നുണ്ട്. അനൂപ്, ഈ ഹരിയാനയിലെ വോട്ട് മാറി മറിയുന്ന ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ പറയായിരുന്നു 43 എന്നൊക്കെ നിൽക്കുന്ന വളരെ ഈ നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന ഒരു ഫൈറ്റിന്റെ ഒക്കെ ഒരു സാഹചര്യം പോയിരിക്കുന്നു. ഏറെ നേരമായി അനങ്ങാതെ നിൽക്കുകയാണ്. 48, 49, 50 തൊട്ട് നിൽക്കുകയാണ് BJP. അത് ഏറെ നേരമായി മാറാതെ നിൽക്കുന്നുണ്ട്. ഇനിയൊരു വലിയ മാറ്റത്തിനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ 10ഓളം മണ്ഡലങ്ങളിൽ 1000-ഓ അല്ലെങ്കിൽ 1000-നടുത്തോ വോട്ടാണ് BJP സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിലാണ് 1000 വോട്ടിന് മുന്നിൽ നിൽക്കുന്നത്. അതായത് ചെറിയ വോട്ടിന് കൂടുതൽ മണ്ഡലങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് BJP ആണ്. ഇനിയും മാറ്റത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. വോട്ട് ഇനിയും എണ്ണാനുള്ളത്, അതായത് ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം പല മണ്ഡലങ്ങളിലും 4ഓ 5ഓ റൗണ്ട് മാത്രമേ എണ്ണിയിട്ടുള്ളൂ. പക്ഷേ ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കുറച്ചൊരു സ്ലോ ആയിട്ടാണ്. അതായത് 5 മണ്ഡലങ്ങളാണ് ഇപ്പോൾ സൈറ്റിൽ നമ്മൾ കാണുന്നത് എങ്കിൽ 7ഓ 8ഓ റൗണ്ട് എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് പകുതിയിലധികം വോട്ട് എണ്ണിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പകുതിയിലധികം വോട്ട് എണ്ണിക്കഴിയുമ്പോഴാണ് 10 മണ്ഡലങ്ങളിൽ 1000 വോട്ടിൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നതിനെ അനുസരിച്ചിരിക്കും അന്തിമഫലം. അത് കോൺഗ്രസ് ആണോ BJP ആണോ എന്നത് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും ഇപ്പോഴത്തെ എഡ്ജ് ഒരു കൃത്യമായി മുൻതൂക്കം BJP നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ശരി, അനൂപ് ദാസ് പറയുന്ന ഒരു കാര്യം അതാണ്. BJP-യുടെ സ്ഥാനാർത്ഥികൾ പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഇടങ്ങളിലെല്ലാം കോൺഗ്രസ് തുടക്കത്തിൽ ലീഡ് ചെയ്തു നിന്ന മണ്ഡലങ്ങളിലാണ് ഈ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും ലീഡ് പിടിച്ചുകൊണ്ട് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്ത കണക്കനുസരിച്ച് അത് 49 അതായത് BJP-യുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ്. ഏറ്റവും കൗതുകകരം അതാണ്. അതായത് 2014 പ്രകടനത്തെക്കാൾ 2019 പ്രകടനത്തെക്കാൾ ഏറ്റവും മികച്ച പ്രകടനം 2024 കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നതിന്റെ അർത്ഥം നോക്കൂ. 10 വർഷമായി 2 തവണയായി ഭരിച്ചതിന് ശേഷം 3ാമത്തെ തവണ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചപ്പെട്ടത് 2014 മെച്ചപ്പെട്ടതാണ് BJP പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സ്പെക്ടാക്കുലർ ആണ്, ഒരു സംശയവുമില്ല. സോഷ്യൽ എഞ്ചിനീയറിംഗ് സമയത്താണ് 47 സീറ്റുകളിൽ ഈ പറഞ്ഞ 47 എന്ന് പറയുന്നത് രാജ്യമാകെ മോഡി വേവ് ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ ഹണിമൂൺ കാലത്ത് 1ാം മോദി സർക്കാരിന്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി 47 സീറ്റ് നേടിക്കൊണ്ട് BJP അധികാരത്തിലെത്തുന്നത്. ഇപ്പോ കഴിഞ്ഞ തവണ 40 സീറ്റിലേക്ക് പരിമിതപ്പെട്ടതിന് ശേഷം അതെ, അതായത് 10 കൊല്ലം ഭരിച്ചതിന് ശേഷം 3ാമത്തെ ടേമിൽ 49 എന്ന സീറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും അഭിമാനത്തോടെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വലിയ വിജയമായിരിക്കും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 50 തൊട്ടിരിക്കുന്നു വീണ്ടും BJP എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ മാർജിൻ ഉണ്ടായിരുന്ന കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് BJP 50 സീറ്റുകളിലേക്ക് മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ്. മോദി ഫാക്ടർ ഇല്ലാതെയും BJPക്ക് ജയിക്കാം എന്നതിന്റെ ഒരു സൂചന കൂടി നൽകുന്നുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം. ഒരുപക്ഷെ BJP ഉണ്ടാക്കിയതിനേക്കാൾ സ്വാഭാവികമായി ഉണ്ടായ ചില രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. അത് കൃത്യമായും ജാട്ടിതര വോട്ടുകളുടെ കേന്ദ്രീകരണമാണ്. ജാട്ട് വോട്ടുകൾ കോൺഗ്രസിലേക്കും ജാട്ടിതര വോട്ടുകൾ BJPയിലേക്കും കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ ഒരു ബൈപോളാർ ഫൈറ്റ് ഉണ്ടായി, ഒരു ഇരുധ്രുവ പോരാട്ടമുണ്ടായി. അതിൽ ജാട്ടിതര ഭൂരിപക്ഷ വോട്ടുകൾ BJPക്ക് കിട്ടിയതോടുകൂടി BJP ഒരു വലിയ വിജയത്തിലേക്ക് ഹരിയാനയിൽ നീങ്ങുകയാണ്.